ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഷിഫ്റ്റിംഗ് ആണ്. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ഷിഫ്റ്റ് ആണ് പുതിയൊരു സ്ഥലത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇത് രാവിലെയുള്ള ഇളം വെയിലാണ് കേട്ടോ ബേബി കൊള്ളുന്നത്. കുറേ അങ്ങനെ വെയിലധികം കൊള്ളാറില്ലല്ലോ, അപ്പോൾ കിട്ടിയ ചെറിയ വെയിലൊക്കെ കൊള്ളിക്കാമെന്ന് കരുതിയതാണ്. ബേബീൻ്റെ ഈ ഒരു ഏജിലൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫുഡോ കാര്യങ്ങളോ ഒന്നും ബേബിക്ക് വേണ്ടി കരുതേണ്ടി വരില്ല. കാരണം അവർ പാൽ കുടിച്ച് മാത്രമാണല്ലോ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു സമയത്ത് ഒരു 6 months വരെയൊക്കെ നമുക്ക് പുറത്തൊക്കെ ബേബിനെ കൊണ്ട് പോകുന്നത് അത്ര പണിയല്ല. ബേബിക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ കരുതേണ്ട ആവശ്യമില്ലല്ലോ. റിതാൻഷിക്കാണെങ്കിലോ കാറിൽ കയറുവേ വേണ്ടു. കാഴ്ച കണ്ടൊക്കെ ഇരിക്കാൻ നല്ല ഇഷ്ടം. കുറേ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവൾ ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുമായിരുന്നു. പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. കാഴ്ച കണ്ടാൽ മതി. കാറ് നീങ്ങിക്കൊണ്ടിരിക്കണം, സിഗ്നലിൽ പോലും നിർത്താൻ പറ്റില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ ബാക്കിൽ ഗോഡൗൺ ആണ്. കാരണം കുറേ സാധനങ്ങൾ, ഇവളുടെ തന്നെ കുറേ സാധനങ്ങൾ നമുക്ക് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ബാക്കിൽ സീറ്റൊക്കെ മടക്കി അതിൽ വെച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് ബാക്കിലിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. ഇങ്ങനെ ബ്ലോക്കിലൊക്കെ പെട്ടു. കുറച്ച് ദൂരം എത്തുമ്പോഴേക്കും നല്ല ബ്ലോക്കിൽ പെട്ടു ഉണ്ടായിരുന്നു. കുറേയൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കുറച്ച് ഷോർട്സ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടി ഒരു വീഡിയോ ആക്കിയതാണ്. അപ്പം നമ്മൾ എത്തുമ്പോഴത്തേക്കും മോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങുമ്പോഴേക്കും അവൾ എണീറ്റു. കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും എണീറ്റു. അങ്ങനെ ഞങ്ങൾ വീട് എത്തി. ഇതാണ് ഞങ്ങളുടെ പുതിയ വീട്. അപ്പോൾ 2 ദിവസം മുന്നേ ഇവിടെ സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വണ്ടിയിൽ വേറെ വണ്ടി ഓടിച്ച് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തി. അപ്പം അതൊക്കെ നീ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം, ഒതുക്കി വെക്കണം. എല്ലാം അവിടെ ഇവിടെയായിട്ട് കൊണ്ട് ഇറക്കി വെച്ച പോലെ കിടക്കുവാണ്. പാത്രങ്ങളായാലും ഷെൽഫും കട്ടിലും ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുക എഴുതത്. അപ്പോൾ ഇവിടെ ഒരാൾ അവളുടെ തൊട്ടിൽ സെറ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കുവാണ്. എന്താ അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് സമയം യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ റെസ്റ്റ് എടുക്കുവാണ്. അപ്പം പിന്നെ പ്രത്യേകിച്ച് ഇവളുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനേ ഉള്ളൂ. ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒതുക്കി വെക്കണം സാധനങ്ങളൊക്കെ, അതാണ് മെയിനായിട്ടുള്ള പണി. പക്ഷേ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഫസ്റ്റ് ദിവസത്തെ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങാമെന്ന് വെച്ചു.